നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ശക്തി പ്രാപിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ ഇടപെടലുകൾ ശ്രദ്ധേയം. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ തല ഉയർത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് വളരെ വലുതാണ്. നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുകയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതോടെ ഇന്ത്യയെ മാറ്റി നിർത്താതെ ഇന്ത്യയുടെ തീരുമാനങ്ങളെ കാതോർക്കുന്നതായി ലോകരാഷ്ട്രങ്ങൾ. ചൈനയിലെ ടിൻജിയാനിൽ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടക്കുകയാണ്. ഉച്ചകോടി വേദിയിൽ മോദി എത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോടൊപ്പമാണ്. അതേ വേദിയിൽ മറ്റൊരു അസാധാരണ ചർച്ചയും നടന്നു. മോദി, വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച വൻ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പുടിനുമായി താൻ സംസാരിച്ചു കൊള്ളാമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുവാൻ മോദി നടത്തുന്ന ഇടപെടലുകൾ ഫലം കാണുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മോദി എന്ന രാഷ്ട്രത്തലവന്റെ അംഗീകാരം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയെ ഒരു തരത്തിലും മാറ്റി നിർത്താനാവില്ലെന്നും മറ്റൊരു വൻ ശക്തിയായി ഇന്ത്യ മാറുമെന്നതിനും സംശയം വേണ്ട. ഇച്ഛാശക്തിയുള്ള ഭരണാധിപർ എത്തിയാൽ രാജ്യത്തിന്റെ പുരോഗതിയും വേഗത്തിലാവും. ഉച്ചകോടിക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വേദിയിലെത്തിയത് ഒരേ കാറിലാണ് എന്നതും പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഇവർ തമ്മിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. ഊർജ രംഗത്തെ സഹകരണം ഇന്ത്യയും റഷ്യയും തുടരുമെന്ന പ്രസ്താവന സംയുക്തമായി തന്നെ നടത്തി. റഷ്യയുമായുള്ള ബന്ധം ദീർഘകാല ബന്ധമെന്ന് മോദി പറഞ്ഞു. പുടിന്റെ സന്ദർശനത്തിനായി ഇന്ത്യ കാത്തിരിക്കുന്നുവെന്നും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്ന അഭിപ്രായവും മോദി വ്യക്തമാക്കി. നരേന്ദ്രമോദി തന്റെ അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റ് റഷ്യ ഇന്ത്യ ബന്ധം വളരെ ആഴത്തിലുള്ളതാണെന്നും ഈ കൂടിക്കാഴ്ചയോടെ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നും പുടിനും പറഞ്ഞു. റഷ്യയും ഇന്ത്യയും ചൈനയും വളരെ നാളുകൾക്ക് ശേഷം ഒരേ വേദിയിൽ എത്തിയെന്നത് അസാധാരണ കൂടിക്കാഴ്ചയായി മാറി. ഭീകരവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ നിലപാടിനെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ഒറ്റക്കെട്ടായി അംഗീകരിച്ചു. പഹൽഗാം ഭീകരാക്രമണം സംസാര വിഷയമായി. പുടിനും നരേന്ദ്രമോദിയും വേദിയിൽ പരസ്പരം ആലിംഗനം ചെയ്ത് സന്തോഷം പങ്കുവച്ചു. അതിനുശേഷം മോദി, പുടിൻ, ഷീ ജിൻപിങ് ഇവർ മൂവരും ഒന്നിച്ചു നടത്തിയ അസാധാരണ ചർച്ചയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വൻ ശ്രദ്ധേയമായത്. ഇന്ത്യ ചൈന റഷ്യ ബന്ധം പുതിയ തലത്തിലേക്കും ചർച്ചയിലേക്കും കടക്കുകയാണ്. ഈ 3 വൻ ശക്തികളും ഒന്നിക്കുമ്പോൾ ചങ്കിടിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിനാണ്. ട്രംപിന്റെ ഭീഷണി നയങ്ങളും താരിഫിലൂടെ വരിഞ്ഞു മുറുക്കാനുള്ള അടവുകളും പാടെ തള്ളിക്കളയുകയാണ് ഈ ശക്തികൾ. ഇന്ത്യ ചൈന ബന്ധം ഒരിക്കലും മാറ്റി നിർത്താനാവുന്നതല്ലെന്ന് മോദിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വ്യാപാര കമ്മി കുറയ്ക്കണമെന്ന ധാരണയും ചർച്ചയിൽ നടന്നിട്ടുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ആപ്പുകൾക്കും മറ്റുമായി ഇന്ത്യ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കാനാണ് തീരുമാനം. നേരിട്ടുള്ള വിമാന സർവീസ് വിലക്കും നീക്കും. നരേന്ദ്രമോദി അതിവേഗം വളരുന്ന ഇന്ത്യയുടെ നായകനായി തുടരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വൻ ശക്തിയായി ഇന്ത്യ മാറുമെന്നതിൽ സംശയം വേണ്ട. ഉറച്ച തീരുമാനവും നേതൃപാടവവും നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ട്. അതാണ് നാടിനാവശ്യം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.